വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കൃപാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഹെയർ കെയറോ ബ്യൂട്ടി ടിപ്സോ അങ്ങനെ ഒരു ഐറ്റംസോ അല്ല. ഇന്ന് ഞാൻ അടിപൊളി ഒരു എനർജി ഡ്രിങ്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മെലിഞ്ഞവർക്കൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീനട്ടിൻ്റെ ഷേക്കാണ്, പീനട്ട് ബട്ടറിൻ്റെ ഒരു ഷേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അകത്ത് എനിക്ക് വലിയ വെട്ടമില്ല ഇൻട്രോ എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ മഴയുടെയൊക്കെ ഒരു കോള് അങ്ങനെ ഇച്ചിരി ഇരുട്ടടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് വലിയ വെട്ടം കാണത്തില്ല. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇത് അടിപൊളി ഒരു ഷേക്കാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. വിറ്റാമിൻസ് എല്ലാം കൊണ്ടുവരുന്ന ഒരു ഇതാണ് പീനട്ട് ബട്ടർ. അപ്പോൾ അത് വെച്ചാണ് ഞാനൊരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് വേണം. പഴം നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് പഴമാണോ അത് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ ആഡ് ചെയ്യണം. എനിക്കിവിടെ 2 എണ്ണം മതി, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോഫി എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ വേണം. പിന്നെ പാല് ഒരു കവർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പഴം ചെറുതായിട്ട് അരിഞ്ഞിടണം. അതിനുശേഷം 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോഫിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 2 സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പം വേറെ ബൂസ്റ്റും ഒക്കെ ഇടുന്നുണ്ട്, അപ്പം ആവശ്യത്തിനുള്ള മധുരം കിട്ടും. അപ്പം ഞാൻ അതുകൊണ്ട് ഷുഗർ 2 സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ബൂസ്റ്റ് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇതിനകത്തേക്ക് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. എത്ര പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് തോനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല 2 വലിയ സ്പൂണ് പീനട്ട് ബട്ടറാണ് ഷേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇനി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഫുൾ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഫുൾ പാൽ ആഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്, ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്തു. എന്നിട്ട് ഇനി ബാക്കി പാൽ ഫുള്ളും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ പഴമൊക്കെ നന്നായിട്ട് അരയണം. അപ്പോൾ അത്രയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് അടിപൊളി ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് പീനട്ട് ബട്ടറിൻ്റെ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് വാൾനട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ജസ്റ്റ് ഇച്ചിരി ആൽമണ്ട് മാത്രം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഈ ഷേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കൂടെ ഈ പഴത്തിന് പകരം ഏത്തക്കയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഷേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായി ഇനി കാണാം. അതുവരേക്കും ബൈ.